And Deepa inside my house. Sahadaya Mandiram, no bastards are here, okay? I'm alone here inside my house. No bastards are here. This is my house. Sahadaya Mandiram, Moletiamalam, Pio Mavedikira. ഇവിടെ കുറേ ക്രിമിനലുകളുണ്ട് ഇങ്ങനെ. എൻ്റെ കുഞ്ഞിനെയും എന്നെ എങ്ങനെയെങ്കിലും അങ്ങ് വക വരുത്തിയേച്ച് ഇൻഷുറൻസും എൻ്റെ സ്വത്തും എല്ലാം പിടിച്ച് പറിക്കാനായിട്ട് നടക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഇപ്പം കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം നടക്കുകയാണ്. പല ഇതാണ് വരുന്നത്, പല മെസ്സേജസ് ആണെന്ന് വരുന്നത്. ഏതോ ഒരുത്തൻ്റെ കൊച്ചു ചെറുക്കൻ മരിച്ചപ്പോൾ അവൻ്റെ എന്തോ ഇതിൽ നിന്നോ ഏതാണ്ടൊക്കെ പുതിയ കൊച്ചിനെ ജനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് ഇങ്ങനെ വരികയാണ്. പല അസുഖങ്ങളുടെ മെസ്സേജ്, അത് കഴിയുമ്പോൾ പല അസുഖങ്ങളുടെ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഇവൻ പറഞ്ഞെന്തോ കുഞ്ഞുങ്ങളൊന്നും ഇപ്പോഴേ വേണ്ട, ഇങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം അതായിരുന്നു. ബിജു പി എന്ന് പറയുന്ന കള്ളൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന കള്ളിക്കും കൂടെ അങ്ങ് പൊറുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്നെ അങ്ങ് കൊന്നേച്ച് രണ്ടിനും കൂടെ അങ്ങ് പൊറുക്കാം, എല്ലാം കൂടെ സ്വത്തും മുതലുമൊക്കെ എടുത്ത് അങ്ങ് വാഴാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവൻ ഇങ്ങോട്ട് കയറിയത്, കല്യാണം കഴിച്ച് വന്നത് ഈ കള്ളൻ. അപ്പം 3 പിള്ളേർ ജനിക്കും, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നെന്നറിയാം അവന്. 3 പിള്ളേരെ അവൻ 3 ഒത്തിച്ചൊത്തിച്ചൊന്നങ്ങ് ജീവിച്ചെന്നൊക്കെ ഒത്തിരി അങ്ങ് സ്വപ്നം കണ്ട്. വല്ലതും നടന്നോടാ നീ അവിടെ കൂടെ അങ്ങ് പൊറുക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ പ്രീതായസ് പണിക്കർ പറയുന്നതാണ് ബന്ധം ഒഴിഞ്ഞെന്ന് ആരോടും പറയണ്ട, ബന്ധം ഒഴിഞ്ഞെന്ന്. എന്ന് വെച്ചാൽ ഞാൻ ബിജു പി അവിടെ ഭർത്താവിനെല്ലാം കൊന്ന് വകവരുത്തി വെച്ചാണ്. ഞാൻ ബിജു പി എന്ന് പറയുന്നവനെ ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞു. ഇവളുടെ ഭർത്താവിനെയൊക്കെ കൊന്നേച്ച് ഇവൻ്റെ അമ്മ ഇവൻ്റെ അനിയനും കൂടെ വന്നങ്ങ് ഗുസ്തി തുടങ്ങി. അത് എൻ്റെ അമ്മച്ചി എന്ന് പറയുന്നവളായിരുന്നു അവിടെ നിന്നങ്ങ് ഗുസ്തി. ഇവളെ അവിടുന്ന് ഞാൻ പാക്ക് ചെയ്തു, എൻ്റെ അമ്മയെന്ന് പറയുന്നവളെ. അതോടെ അവിടെ ഗുസ്തിയൊന്നും ഇല്ലാതായി, ആരും വഴക്ക് പിടിക്കാനില്ലാതായപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. വഴക്ക് പിടിക്കാനില്ലാതായപ്പോഴാണ് ഇവൻ്റെ അമ്മയും പിന്നെ ഇവൻ്റെ അനിയനെയും കൂടെ കൊണ്ടുവന്നേച്ച് ഗുസ്തിയായി. മനസ്സിലായില്ലയോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവളുടെ മാറിയത്. അങ്ങനെ ഞാൻ എനിക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ഡിവോഴ്സായപ്പം പ്രീതായസ് പണിക്കർ പറയുന്നതാണ് എന്താ ആരോടും പറയണ്ട ഡിവോഴ്സായെന്ന്. അപ്പം ബിജു പി ആരോടും പറയുന്നില്ല. അപ്പോൾ കോടതിയിലൊക്കെ ഇന്നാളി ചെന്ന് ഞാൻ ചിലർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇവനെ ഡിവോഴ്സ്. എന്തോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണങ്ങി നിൽക്കുകയാണെന്നൊക്കെ വരുത്തിയേച്ച് എന്നെ അങ്ങ് വക വരുത്തിയേച്ച് ഇവക്ക് കൂടെ അങ്ങ് പൊറുക്കാമെന്ന വിചാരം. മനസ്സിലായില്ലേ? എല്ലാവരുടെയും മുന്നിലോ ഇതൊക്കെ ഇവളുമാരുടെയൊക്കെ ഐഡിയ. ഇപ്പോൾ എല്ലാവരും കോടതിയിൽ എല്ലാവർക്കും അറിയാം. ഇപ്പം കുറച്ച് പേർക്ക് അറിയത്തില്ലായിരുന്നു, അതെല്ലാം നമ്മൾ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സൊക്കെ കഴിഞ്ഞെന്നുള്ളത്. ചിലവർക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഇപ്പം ചില നാട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലയോ? ബന്ധമൊക്കെ ഒഴിഞ്ഞെന്ന്. ബന്ധം ഒഴിഞ്ഞെന്നൊന്നും പറയണ്ട. പിന്നെ അവൻ്റെ കൂടെ പോവാനെന്ന് ഇങ്ങനെ ബന്ധം ഒഴിഞ്ഞവരുടെ കൂടെ വെറും തേർഡ് റേറ്റ്സേ പോകത്തുള്ളൂ. മനസ്സിലായില്ലയോ? അങ്ങനെ പോകേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. കേട്ടോടി പ്രീതായസ് പണിക്കറേ, നീ പോകണമെങ്കിൽ അങ്ങ് പോയാൽ മതി അവൻ്റെ കൂടെ. ചുണയുള്ള അപ്പൻ്റെ മോളാണ് നിന്ന് പോയി കാണിരടി അവൻ്റെ കൂടെ. നീ അത്ര വലിയ കേമിയാണെ പോയെന്ന് കാണിരടി. നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ നീ അവൻ്റെ കൂടെ ഒന്ന് പുറത്ത് കാണിയില്ല. നിന്നെ അന്നേരം ആൾക്കാരെന്ത് പറയുന്നത് ഞങ്ങളൊന്ന് അറിയട്ടടി കേട്ടോ. നിൻ്റെ സാമർത്ഥ്യം എത്രയുണ്ടെന്ന്. നീ തമിഴിനെയൊക്കെ കൊന്ന് വകവരുത്തിയേച്ച് പിന്നെ അതുപോലെ എൻ്റെ കൊച്ചിനെ കൊല്ലാനാണ്. നിനക്ക് 2 മക്കളില്ലേ? അവൾമാരെ കൊന്നേച്ച് നീ കാശുണ്ടാക്കടി, നിനക്ക് കാശില്ലെങ്കിൽ കേട്ടോ. നിനക്ക് 2 അവൾമാരുണ്ടല്ലോ, അതുപോലെ എല്ലാം കാണിക്കണം ഇന്ന്. മാളവിക ബിജു ആയതും ഒത്തിരി കഥകളുണ്ട്. അതുപോലെ വർണികാശ്രീ മാളവിക ഡി എന്നേ ഇടാവൂ. ഡി ന്യൂമറോളജി പ്രകാരം DA ഇടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഡ്രാമയൊക്കെ ഇറക്കിയായിരുന്നു ഇവൻ. അങ്ങനെയാണ് മാളവിക ഡി. അതുപോലെ തന്നെ ഇവളും അങ്ങ് ഡ്രാമ ഇറക്കി ഇവിടെ 2ാമത്തെ. അപ്പോൾ ഇപ്പം നാട്ടുകാരൊക്കെ പറയുന്നത് ഒത്തിരി പേര് വിചാരിച്ചെന്ന് ഇവിടെ മൂത്ത കൊച്ച് ഒത്തിരിയും വലുതും ഇളയ കൊച്ച് ഇച്ചിരിയും ഉള്ളൊരു പെണ്ണുമാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരിയും ആദ്യത്തെ കൊച്ചിനെ അവൻ്റെതും മറ്റേതിനെ ഇവൻ്റെതും കൂടെ ഒക്കെ ആക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിട്ടൊന്നും നടക്കാഞ്ഞുകൊണ്ട് പിന്നെ കട്ടങ്ങാണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. കട്ട് ജനിപ്പിച്ചതാണ് ഇവൻ്റെ കൊച്ചായത്. ഇവൻ്റെ കൊച്ചാ ബിജു പി എന്ന് പറയുന്നവൻ്റെ കണ്ട് കൊച്ചാന്ന് തോന്നുന്നു. അതിനെ ഇവള് വന്ന് പറഞ്ഞു എൻ്റെ മാളവികയ്ക്ക് പേരിട്ടതുപോലെ ഇതുപോലെ ഇട്ടാൽ മതി കേട്ടോ. മാളവിക വർണികാശ്രീ എന്നേ ഇടാവൂ. ഈശ്വരൊന്നും ഇടരുത്. എമ്മെന്ന് മുരളിയുടെ ഇടരുത് പോലും. ഇതെല്ലാം ഞാൻ പിന്നെ പറഞ്ഞപ്പം പിന്നെ ആയി, വർണികാശ്രീ ആയി, മാളവിക ബിജു ആയി. പല സംഭവങ്ങളും നടന്ന് ഇങ്ങനെ നടക്കുക നാണമില്ലാതെ. കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ നടക്കുക. പണത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുക. പണം വേണമെന്ന്. ഇവളുമാർക്ക്
അപ്പോൾ ഇന്നലെ ശീലമാമനും പറഞ്ഞു, എൻ്റെ അമ്മയോട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഇറങ്ങി നിൽക്കാനെന്ന് മരിക്കുന്നതിന് മുമ്പ്. ശരി, അവളെ ഇറക്കി നിർത്തിക്കാണും. ഇവിടെ സ്വഭാവം എൻ്റെ അച്ഛന് മനസ്സിലായി കാണും. എൻ്റെ അമ്മയെന്ന് പറയുന്നത് നമ്പർ 1 കള്ളി, വേർതിരിവ് കാണിക്കുന്നവളാണ് ഇവള്. വലിയ വേർതിരിവുകാരി. എന്നെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവൾ നടക്കുന്നത് മുഴുവൻ. ആരാ മോളെന്നറിയോ, ഭയങ്കര കള്ളിയാണ്. എൻ്റെ സ്വത്തൊക്കെ അങ്ങ് പിടിച്ച് പറിച്ചങ്ങ് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ നടക്കുക. ഇങ്ങനെ ഭയങ്കര ഉദ്ദേശമാണ്. അപ്പം ഇങ്ങനെ അങ്ങ് നടക്കുക. ഒന്നും പറ്റുന്നില്ല. ഇപ്പം കഥകളുണ്ടാക്കുക, കള്ളസംബന്ധങ്ങളുണ്ടാക്കാൻ നടക്കുക. ഇങ്ങനെ പല പല വേലകളാണ് ഇവളുമാർക്കുള്ളത്. കുറേ ഇവളുമാരുടെയൊക്കെ കൈ കുറേ ഒഫീഷ്യൽസൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ കള്ളങ്ങളൊക്കെ ചെയ്യാനുള്ള ഇവളുമാരുടെയൊക്കെ രീതിയിലുള്ള വലിയ ഗൂണ്ടാ സംഘമാണ് ഇത്. ഗൂണ്ടാ സംഘം ഇങ്ങനെ നടക്കുക, ഗൂണ്ടാ സംഘങ്ങൾ. ഇത്രയും കള്ളികളില്ല. ഒരു കള്ളനും ഒരു ബിജുപിയും കുറേ അവളുമാരും ഒരു ഗൂണ്ട സുബ്രഹ്മണ്യനും കുറേ ഉണ്ട് ഇവിടെ. കുറേ പിന്നെ സദാനന്ദ മന്ദിരത്തിലെ ഗൂണ്ടകളും കുറേ ഗൂണ്ടകളിങ്ങനെ അങ്ങ് നടക്കുക. നമ്മളെ ഇതാക്കി വട്ടവിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ സ്വത്തും മുതലൊക്കെ അങ്ങ് അടിച്ചു മാറ്റണം. ഇതൊന്നും ഭയങ്കര എൻ്റെ വൈഫൈ ഇതാവത്തില്ല, ഭയങ്കര രോഗങ്ങളാണ്. പിന്നെ വൈഫൈ കണക്റ്റ് ആവത്തില്ല, പിന്നെ വൈഫൈ കളയുക, പിന്നെ ഡൗൺലോഡ് ചെയ്യിപ്പിക്കാതിരിക്കുക, എന്തെല്ലാം വേലകളാണെന്നറിയോ. ഭയങ്കര ഇതാ ചിപ്പ് പരിപാടികളും പല പല പരിപാടികളാണ്. മോട്ടർ ഓഫ് ആക്കൽ, ക്യാമറ ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ ഓഫ് ആക്കൽ, ഭയങ്കര കറണ്ട് കളയൽ, എന്തൊക്കെയോ അങ്ങ് ഡ്രാമകളാണ്. ഡ്രാമയോട് ഡ്രാമ.